അപ്പം ഇവിടുത്തെ ബിഗ് ലേണിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു PSC എക്സാം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൺസെപ്റ്റ് നന്നായിട്ട് അറിയണമല്ലോ. അപ്പം അതിന് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഇത്രയും നല്ല ടെക്നിക്കൽ കണ്ടന്റ് ഉള്ള ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. 2013 ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ 2016 MTech കഴിഞ്ഞു. 2017 ഞാൻ BSNL ജൂനിയർ എഞ്ചിനീയർ ജോയിൻ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട് കിട്ടിയത്. അപ്പോൾ അന്ന് 2 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് ഇതിന് ആദ്യം നോട്ടിഫൈസ്. ഇപ്പം ശരിക്കും DAക്ക് ഒരെണ്ണോ അല്ലാതെ ഒരു വേക്കൻസി. അപ്പോൾ ഒറ്റ വേക്കൻസിക്ക് വേണ്ടി പഠിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറിനെ ഞാൻ വിളിച്ച് ചോദിച്ചു, അങ്ങനെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും സാർ? അപ്പോൾ സാറ് പറഞ്ഞു, ആ ഒരു ഒറ്റ വേക്കൻസി നിങ്ങൾക്ക് കിട്ടിയാൽ പോരെ. ഹസ്ബൻഡ് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കാൻ നേരം. പിന്നെ അതുപോലെ എനിക്ക് MCQ എക്സാംസ് എഴുതുമ്പോൾ ഒരുപാട് നെഗറ്റീവ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഈ ബിഗ് ലേണിങ്ങിൻ്റെ ഈ ഒരു MCQ ടെസ്റ്റ് സീരീസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അത് ഒരുപാട് ഹെൽപ്ഫുള്ളായി. വെൽക്കം ടു യെറ്റ് അനദർ സക്സസ് സ്റ്റോറി ഓഫ് ബിഗ് ലേണിംഗ് അക്കാഡമി. സോ നമുക്കൊപ്പം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് PWD AE ഇലക്ട്രോണിക്സ് സെക്കൻഡ് റാങ്ക് ഹോൾഡറായ സൗമ്യ മാം ആണ്. വെൽക്കം മാം, വെൽക്കം ടു ബിഗ് ലേണിംഗ് അക്കാഡമി. അപ്പോൾ നമുക്ക് ഇന്ന് മാമിൻ്റെ എക്സ്പീരിയൻസും ബിഗ് ലേണിങ്ങിനായിട്ടുള്ള അപ്രോച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ മാമിനെ പറ്റി അറിയാൻ നമുക്കും അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനും താല്പര്യം ഉണ്ടാവും. മാം ഒന്ന് നമുക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പറയാം. എൻ്റെ പേര് സൗമ്യ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. വീട്ടിലെ ഹസ്ബൻഡും കുഞ്ഞുമാണ് ഉള്ളത്. ഞാനിപ്പോൾ കറൻ്റ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ മാം. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു PWD AE അതിലോട്ട് മാറ്റം വരാണല്ലോ. അപ്പോൾ മാമിന് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത് ലീഗൽ മെട്രോളജിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളതിന് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ടിപ്പ് മാമിന് സജസ്റ്റ് ചെയ്യാമോ? ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ബേസിക്കലി ഒരു എൻഫോഴ്സ്മെൻറ്റ് ടൈപ്പ് ജോബാണ്. യൂണിഫോം പോസ്റ്റാണ്. നോൺ ടെക്നിക്കലാണ് കുറേയൊക്കെ. ടിപ്പെന്ന് പറയുന്നത് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഈ കൂടുതൽ എക്സാമിന് ഫിസിക്സ് കെമിസ്ട്രിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് അങ്ങനെ അധികം വരുന്നില്ല. അതിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2019 ലിസ്റ്റിൽ കയറിയതാണ്. എക്സാം 2014-15 ആ റേഞ്ചിലായിരുന്നു. ഇപ്പം അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ കറന്റ് നമ്മുടെ പോസ്റ്റിലോട്ട് വരികയാണെങ്കിൽ മാമിൻ്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? മാം പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ PSC എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് മാം എത്തുന്നത്? ഞാൻ 2013 ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ 2016 MTech കഴിഞ്ഞു. 2017 ഞാൻ BSNL ജൂനിയർ എഞ്ചിനീയർ ജോയിൻ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം കുറേ നാളായിട്ട് ബ്രേക്ക് ആയിരുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് പഠിക്കുന്നൊന്നും ഇല്ലായിരുന്നു. എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് മൊത്തത്തിൽ മറന്നായിരുന്നു. ഇലക്ട്രോണിക്സ് ഒന്നും ഒട്ടും ഓർമ്മയില്ലായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഈ PWD AEയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം പണ്ടേ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ PWD അതും നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് മറന്നിരിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും PWD AEയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് പഠിക്കണം എന്നൊരാഗ്രഹം തോന്നിയത്. അതിന് മുന്നേ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എക്സാമിന് പ്രിപ്പയർ ആയിട്ടുണ്ട്. അത് കൂടുതൽ സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ സമയം അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞായിരുന്നു. ഇനിയിപ്പം പഠിക്കാൻ പറ്റുമോ, ഇത്രയും നാൾ ഗ്യാപ്പ് എടുത്തു. ഞാൻ 2013 ബിടെക് കഴിഞ്ഞ് 2016 MTech. അപ്പോൾ ഏകദേശം ഒരു 6-7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സബ്ജക്ട്സ് ഏകദേശം എല്ലാം മറന്നു. അപ്പോൾ എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയും തിരക്കുകളും, കുഞ്ഞ് ചെറുതാണ്. അപ്പോൾ അങ്ങനെയും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കാൻ നേരം. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് ആഗ്രഹിച്ച് ഇതിലോട്ട് തുടങ്ങിയത്. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഈ ഏണസ്റ്റിലോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ എത്ര നാൾ നമ്മുടെ ഒരു കോച്ചിങ് മാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ 1 വർഷത്തോളം ഏകദേശം ഓൺലൈൻ കോഴ്സായിട്ട് ചേർന്നായിരുന്നു. അപ്പോൾ അതിൽ ലൈവ് ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും എല്ലാം മറന്നു പോയപ്പോഴത്തേക്കും ഏകദേശം ഒരു ക്ലാസ്സിലിരിക്കുന്ന ഫീല് ആ 1 മണിക്കൂർ കൊണ്ട് കിട്ടുമായിരുന്നു. നമ്മൾ സെൽഫായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. മാം പറഞ്ഞല്ലോ ടച്ച് വിട്ടു പോയി. അപ്പോൾ ആ ഒരു ബിഗിനിങ് മുതൽ ചേർന്നുകൊണ്ട് എത്രമാത്രം അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് മാമിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ? അതാണ്, മൊത്തം മറന്നുപോയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ബിടെക്കിന് ആദ്യം തൊട്ടേ കേൾക്കുക, നമ്മൾ ചിലപ്പോൾ അതിനേക്കാൾ നന്നായിട്ട് ഡീപ്പായിട്ട് കണ്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബിടെക്കിൽ പൊതുവേ നമ്മൾ ഇത്രയും ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കില്ലല്ലോ. ജസ്റ്റ് എങ്ങനെയും എക്സാം എഴുതി പാസ്സായി പോകുന്നതിനെ പറ്റിയേ ചിന്തിക്കത്തുള്ളൂ. ഒരു PSC എക്സാം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൺസെപ്റ്റ് നന്നായിട്ട് അറിയണമല്ലോ. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഇത്രയും നല്ല ടെക്നിക്കൽ കണ്ടന്റ് ഉള്ള ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു സാധാരണ പ്രിപ്പറേഷൻ കൊണ്ട് ഒരിക്കലും ഒരു ഫസ്റ്റോ സെക്കൻഡ് റാങ്കോ നമുക്ക് പോസിബിൾ ആയ കാര്യമല്ല. ആ ഒരു നിന്നാണ് ഒരു ബ്രേക്ക് വന്നെടുത്ത് മാം സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആയത്. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു മാമിൻ്റെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞ മറ്റേ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം അത് സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും വന്നില്ലായിരുന്നു.
അപ്പോൾ ആ സമയത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും നാൾ ഗ്യാപ്പ് എടുത്തുകൊണ്ട് ഇനി നടക്കില്ല, ഇതെല്ലാം വിടാമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എന്തായാലും ലാസ്റ്റ് ടൈം ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ തുടക്കം മുതലേ ഈ ക്ലാസ് കേട്ടിട്ട് നോട്ട്സ് എഴുതുമായിരുന്നു. അപ്പം തലേന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ അത്രയും പോർഷൻസ് ജസ്റ്റ് നമ്മൾ വായിച്ച് നോക്കും. പറ്റുമെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് അതിൻ്റെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻറ്ററിനെ കോൺടാക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുമ്പോൾ ഫാക്കൽറ്റിയെ കൊണ്ട് കോൺടാക്ട് ചെയ്തിട്ട് ആൻസർ നമുക്ക് തിരിച്ച് തരുമായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് ആ സമയം. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ ആദ്യം ആകാശ് മെൻറ്റർ സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അന്ന് 2 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് ഇതിന് ആദ്യം നോട്ടിഫൈ. അപ്പം ശരിക്കും DAക്ക് വരണോ അല്ലാതെ ഒരു വേക്കൻസി. അപ്പോൾ ഒറ്റ വേക്കൻസിക്ക് വേണ്ടി പഠിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം സാറിനെ ഞാൻ വിളിച്ച് ചോദിച്ചു, അങ്ങനെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും സാർ? അപ്പോൾ സാറ് പറഞ്ഞു ആ ഒരു ഒറ്റ വേക്കൻസി നിങ്ങൾക്ക് കിട്ടിയാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതൊരു വലിയ മോട്ടിവേഷനായിട്ട് തോന്നി. അപ്പോൾ അതിനുശേഷമാണ് കൂടുതലും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയതും സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എല്ലാം ആദ്യമേ പഠിച്ചെടുക്കണം, മൊത്തം മറന്നു, ഒന്നും ഓർമ്മയില്ലായിരുന്നു. എല്ലാം ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു, നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, MCQs വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ യൂട്യൂബിൽ വേറെ വീഡിയോസൊക്കെ കാണും. പിന്നെ നിങ്ങളുടെ റെക്കോർഡ് വീഡിയോസ് ഒരുപാട് കേൾക്കും. നോട്ട്സ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. റെക്കോർഡ് പ്രിന്റഡ് നോട്ട്സും അല്ലാതെയുള്ള ക്ലാസ് നോട്ട്സും എല്ലാം ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ മാമിന്റെ ജേർണി എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണെന്ന് ഓൾറെഡി മാം പറഞ്ഞു. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാം സെൽഫ് സ്റ്റഡി ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ സെൽഫ് സ്റ്റഡി എത്രത്തോളം മാമിന് എഫക്റ്റീവ് ആയി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് മാം എത്തിച്ചേർന്നതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ആദ്യം ഇതിന് മുന്നത്തെ ഒരു ടെക്നിക്കൽ എക്സാമിന് സെൽഫ് സ്റ്റഡി ആയിരുന്നു, തനിയെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത് ഞാൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്ക് തോന്നി സെൽഫ് സ്റ്റഡി ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സമയം എടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചേർഡ് ഒരു കോഴ്സിന്റെ ഒരു ഇത് അതിന് കിട്ടത്തില്ല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു കോഴ്സ് കാണുമല്ലോ. അവർക്ക് കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, MCQs ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു സ്ട്രക്ചേർഡിൽ പോകുന്നത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും, തനിയെ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുമായിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തനിയെ ഇരുന്ന് അങ്ങനെ പഠിക്കാൻ മിക്കപ്പോഴും പറ്റാറില്ല. പിന്നെ പലപ്പോഴും രാവിലെ അടുക്കള പണിയുടെ ഇടയിലൊക്കെ ക്ലാസ് വീഡിയോസ് ഇട്ട് കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തനിയെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഇത് കുറേ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് കോഴ്സ് എടുക്കുന്നത് നല്ലതാണെന്ന് അതുകൊണ്ട് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിനും ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ എന്നുണ്ടെങ്കിൽ മാമിന് അത് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പലർക്കും പറ്റാറില്ല. അപ്പോൾ അത് മാമിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മാം അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടായിരിക്കുമല്ലോ നമുക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തുടക്കത്തിൽ എനിക്കും ആയിരിക്കും ഉണ്ടായിരുന്നു. ഈ കൺസിസ്റ്റൻസി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുക്കും. ആദ്യം നല്ല മോട്ടിവേഷൻ ആയിരിക്കും, ആ സമയത്ത് കുറേയൊക്കെ പഠിക്കും. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇനി ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ തോന്നി തുടങ്ങും. പിന്നെ വീണ്ടും മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിന്റെ പിറകെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കിട്ടണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു. അതൊരു മോട്ടിവേഷനായിട്ട് തനിയെ ഉള്ളിൽ കണ്ടിട്ട് അങ്ങനെ ശ്രമിക്കുമായിരുന്നു. ഓക്കെ മാം, ഇപ്പോൾ ലീഗൽ മെട്രോളജിയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ PWD-AEന്റെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ്. അപ്പോൾ മാം വേറെ ഏതെങ്കിലും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നോ? വേറെ ഇങ്ങനെ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് ഇപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലെക്ചർ പോളി അത് എഴുതിയിട്ടുണ്ട്, ലിസ്റ്റ് വന്നിട്ടില്ല, അങ്ങനെ എഴുതി നിൽക്കുന്നു. ഓക്കെ, ഇപ്പോൾ മാമിന്റെ ജേർണി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിലും ഒരുപാട് പേരുണ്ടാവും ഒരു ഗ്യാപ്പ് ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എക്സാം എഴുതുന്നവർ ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ മാഡത്തിന്റെ ആ ഒരു ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അവരോട് മാഡത്തിന് എന്താ പറയാനുള്ളത്? നമുക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറേ ടൈം അതിനുവേണ്ടി നമ്മളായിട്ട് കണ്ടെത്തണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാരീഡ് ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കണം. അപ്പോൾ ആ കാര്യത്തിൽ എൻ്റെ ഇവിടെ ഹസ്ബൻഡ് ഒരുപാട് സഹായിച്ചായിരുന്നു. ക്ലാസ്സിൻ്റെ ടൈമും പഠിക്കുന്ന ടൈമും ഒക്കെ ആൾ തന്നെ കുഞ്ഞിനെ നോക്കുമായിരുന്നു. മോൾക്ക് 5 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അവളും പല കാര്യങ്ങൾക്ക് വാശിയൊക്കെ പിടിക്കും. പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ബുക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയും അവളും കൂടെ ഇരുന്ന് പലപ്പോഴും അവൾ അടുത്ത് വെച്ചിരുന്ന് തന്നെ ബുക്കൊക്കെ നോക്കി ക്ലാസ് കേട്ടൊക്കെ പഠിക്കുമായിരുന്നു. ചില ഓൺലൈൻ ക്ലാസ്സിന് ഇടയ്ക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റനൊക്കെ അവിടെ ചോദിക്കുമ്പോൾ ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ഇവളുടെ ശബ്ദം കൂടെ എൻ്റെ ഇടയിൽ കൂടെ കേൾക്കാം. പിന്നെ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ ഇവളുടെ ശബ്ദം എൻ്റെ ഇടയിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ അവളുടെ കൂടെ തന്നെയാണ് പഠിച്ചത്. നമ്മളുടെ ആ ഒരു മോട്ടിവേഷൻ ഉള്ളിലുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തായാലും ദൈവവും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തായാലും മാമിന്റെ ജേർണി അപ്പോൾ നമുക്കിവിടെ ഒരു സെക്കൻഡ് റാങ്കിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പലവർക്കും ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നൊരു ജേർണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ വ്യൂവേഴ്സിലുണ്ട്. അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം നമുക്കൊരു എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും, പല സ്ട്രഗിൾസ് ഉണ്ടാവും. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജോലിയുടെ ഇടയിൽ അതിനുള്ള സമയം കണ്ടെത്തേണ്ടി വരും. ജോലിയുടെ സ്ട്രെസ്സ് പഠനത്തെ ബാധിക്കാം. നമ്മൾ വീട്ടിലെ ജോലികളും എല്ലാം ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും.
അപ്പം എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹവും ഇത് നമ്മൾ എന്തായാലും നേടും എന്നുള്ളൊരു വിശ്വാസവും ഉള്ളിൽ എന്തായാലും വേണം. അപ്പം ഇവിടുത്തെ ബിഗ് ലേണിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ കറക്റ്റ് ആ 1 മണിക്കൂർ നമ്മൾ എന്തായാലും ഇതിന് വേണ്ടി തന്നെ ഇരിക്കുമല്ലോ. എന്നിട്ട് നോട്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യും. പിന്നെ അതുപോലെ എനിക്ക് MCQ എക്സാംസ് എഴുതുമ്പോൾ ഒരുപാട് നെഗറ്റീവ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഈ ബിഗ് ലേണിങ്ങിൻ്റെ ഈ ഒരു MCQ ടെസ്റ്റ് സീരീസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അത് ഒരുപാട് ഹെൽപ്ഫുള്ളായി. എന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് എവിടെയാണ് തെറ്റ് വരുന്നത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിക്കാതെ അങ്ങ് എടുത്ത് ആൻസർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ഈ ടെസ്റ്റ് സീരീസിലൂടെ കുറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതിന് ബിഗ് ലേണിങ്ങിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മാമിന്റെ സ്റ്റോറി നമ്മൾ ആ ഒരു ജേർണി നമ്മൾ കേട്ടല്ലോ. മാം ഇപ്പോൾ ഒരു വർക്കിംഗ് വുമൻ ആയിട്ടും കൂടി ഒരു 2nd റാങ്ക് ഹോൾഡറിലോട്ട് അത്രയും വലിയൊരു പൊസിഷനിലോട്ട് മാമിന് എത്താൻ പറ്റിയെങ്കിൽ ഇത് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് പോസിബിൾ ആണ്. അപ്പോൾ നാളെ ഇതുപോലെ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലൊരു സക്സസ് സ്റ്റോറിയിൽ നമുക്ക് ഇതുപോലെ നിങ്ങളും നമ്മുടെ കൂടെ ഇരുന്ന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.